മോളെ വേക്കാം. എത്ര നേരം നിന്നെ വിളിക്കുന്നു? നിനക്ക് വേണ്ടിയല്ലേ മീ വന്നിരിക്കണത് അവിടെ? ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇള്ളക്കൊച്ചെന്നുള്ള വിചാരം മേടിക്കുന്നീ. ചുടഞ്ഞായിട്ട് കുടിച്ചേ. സ്പ്രേയാ. ലോക്ക്ഡൌൺ വിത്ത് ഡോക്ടർ. ആദ്യം അവളെ വേണം വിഷമിച്ച് കൊല്ലാൻ. പോയി ആരാത്? ഹലോ ഹലോ മോളെ, നീ ഉറങ്ങുവാണോ? ആമാ. അവിനാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എവിടെ അവൻ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? അല്ല, ഫ്ലാറ്റിന്റെ കാര്യം എന്തായി? ആമാ, ഞാനത് ഓൺലൈനായിട്ട് കൊടുത്തോളാം. ഫ്ലാറ്റ് ഫോർ റെന്റ്. ഇനിയിപ്പോ എന്തായാലും ട്രിവാൻഡ്രം അല്ലേ ഞാൻ ജോയിൻ ചെയ്യണ്ടേ. എന്നാ ശരി, നീ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വേണ്ടമ്മ, ഞാൻ അമ്മേനെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ആ എന്നാ ശരി. മിയ, ഓ നിന്നോട് എത്ര തവണ പറയണം എടുത്ത സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കാൻ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ല, ഞാൻ വേണേ എടുത്തു വെച്ചോളാം. വേണ്ട, ഞാൻ എടുത്ത് വെച്ചോളാം. ഇനി എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവക്കിതെന്താ പ്രാന്തായ? നിനക്ക് വേറൊരു പണിയില്ലേ മിയെ? ആക്കൂടെ ഒരു ദിവസം പാപ്പ ഉറങ്ങാൻ സമ്മതിക്കണേ. ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ, നീ കളിക്കേ. ഉറക്കം കളഞ്ഞു. ശരി, ഞാൻ പോവാ. എന്നാ ഞാൻ കളിച്ചോട്ടെ? ആ കളി. റൂമി എത്തിയല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. എങ്ങോട്ടാ പോകുന്നേ? FM-ൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പോവാ. പിന്നെ അകത്തേക്ക് പോകുന്നൊക്കെ കൊള്ളാം. പിള്ളേരെ സ്റ്റെപ്പ് തെറ്റിക്കരുത്. പിള്ളേരുടെ അല്ല, ടീച്ചറിന്റെ തെറ്റിക്കാൻ പറ്റുമോ നോക്കണേ. ടീച്ചറെ വെറൈറ്റി സ്റ്റെപ്പ് വേണ. ആദ്യം നീ നടക്കാൻ പഠിക്കും. ഇവിടെ ഉണ്ടാവും. ഒന്ന് പോയടാ, എനിക്ക് അടുക്കള വേറെ പണിയുണ്ട്. എന്നാ നമുക്ക് കളിച്ചാലാ? നീ തനിയെ ഉണ്ടാക്കിയാ മതി. ഉണ്ടാക്കാൻ പറ്റിയ സാധനം. മിയമോളെ അടുക്കള നിരങ്ങി. മ്യൂസിക് തുടങ്ങി. The two female aviation officers who were killed in the road accidents were in the line of duty. The deceased officers were suspected to have connections with the smuggling rackets who were operating from the Middle East airports. The strange truth is that the two officers were said to be the main officers operating the Director General of Civil Aviation in the Middle East region. ശുഭം, ഇതിന് പുറകിലുള്ളവർ നമ്മളെക്കാൾ ഫാസ്റ്റ് അല്ലേ സർ? ഈ ലോകത്തിനൊരു മൂലയിലിരുന്ന് ഒരു കൂട്ടം ചിലർ നമ്മെ ഭരിക്കുന്നു. അവർ തീരുമാനിക്കും ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് നടക്കണമെന്ന്. അതാണ് സത്യം. കോൺസ്പിറസി തിയറീസ് അല്ലേ സർ? വാട്ട് എവർ ഇറ്റ് ഈസ്. അയച്ച കൺസൈൻമെന്റ് എത്തിയെന്നും അത് റിസീവ് ചെയ്തു എന്ന് ഉറപ്പ് പറയുന്ന സന്ദേശം കൊല്ലപ്പെട്ട ഏവിയേഷൻ ഓഫീസേഴ്സിലെ ഒരാൾക്ക് ലഭിച്ചിരുന്നു എന്ന തെളിവ് നമ്മുടെ ഏജൻസിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. VIP ആൻഡ് ഡിസറ്റ് കാറ്റഗറി ഉള്ളവരുടെ ഫുൾ ബോഡി സ്കാനിങ്ങും കൂടാതെ എയർപോർട്ടിനകത്തും പുറത്തും ബാഗേജ് സ്കാനിങ്ങും. എന്നിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല സർ. ക്രാപ്പ്. ഹലോ ബദ്രി സർ. അതായത് സർവീസ് സെന്ററിൽ നിന്ന് ആളിതുവരെ വന്നിട്ടില്ല. ലോക്ക്ഡൗണും പ്രഖ്യാപിച്ചു. അവിനാഷ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. എയർപോർട്ട് മുതൽ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും പിന്നാലെയുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവിനാഷ്, യു ജസ്റ്റ് സ്റ്റേ ബാക്ക്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടിറങ്ങിയാൽ മതി. ഓക്കെ, നിനക്കെന്ത് സംഭവിച്ചാലും കൺസൈൻമെന്റ് മസ്റ്റ് ബി സേഫ്. ഓക്കെ, അത് നിന്റെ മാത്രം ഉത്തരവാദിത്തം. ഓക്കെ സർ. പിടിക്കപ്പെട്ടാൽ നീ ഞങ്ങളുടെ പേരാരോടും പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ വെടി. ഹായ്. ഹായ്, ആരാ? ഞാൻ അവി. അവിയോ? അവിനാഷ്. 14B ജാനകിയുടെ ഹസ്ബൻഡാ. 14B ജാനകിയോ? ഇന്നലെ വരെ അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നലെ ലേറ്റ് ആയാണ് വന്നത്. ആ ബ്രോ, വന്നിരിക്കും. ലോക്ക്ഡൗൺ ആണെങ്കിലും there are patients. പിന്നെ അവിനാശുമായിട്ട് അധികം മിംഗ്ലിംഗ് ഒന്നും വേണ്ട കേട്ടോ.
അപ്പം അതാണ് പ്രധാന പ്രശ്നം. വായിക്ക് അല്ലേ? ഇങ്ങോട്ടാണല്ലോ കയറി വരുന്നത്. എന്താ ബ്രോ വല്ലതും ഓ ഒന്നുമില്ല, അത് വിട്. അപ്പോൾ ബായിക്ക് തുണി വേണം. പിന്നെ നമ്മൾ തമ്മിൽ ഈ സൈസ് സെറ്റ് ആവാത്തതുകൊണ്ട് അത് ശരിയാവില്ല. പിന്നെ നമ്മുടെ ഈ അടുത്തൊരു ദരിദ്രവാസിയുണ്ട്. അതാരാ ആ മറ്റേ ദരിദ്രവാസി? ദരിദ്രവാസി എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റിലെ കൗൺസിലറാണ്. ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേര് കുണ്ടന്നൂർ കോശി എന്നാണ്. ആളുടെ നമ്പർ ഞാൻ തരാം. ബ്രോഡ് കാര്യം സെറ്റ് ചെയ്യാം. നമ്പർ നോട്ട് ചെയ്തു. ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ബാലൻസ് ഒക്കെ ഉണ്ട് ബ്രോ, ആകെ ഇല്ലാത്ത ജെട്ടി മാത്രമാണ്. ജെട്ടി എന്തിനാ മാൻ? നമുക്ക് ഈ ലോക്ക്ഡൌൺ ടൈമില് ബി ഫ്രീ മാൻ. കരിയമ്മേ, പറഞ്ഞ അളവിലുള്ള ഡ്രസ്സ് അങ്ങനെ എത്തുമ്പോൾ ക്യാഷ് കയ്യിലേക്ക് തരും. നീ കൂടുതൽ കാര്യം അന്വേഷിക്കാൻ നിൽക്കണ്ട. എന്നാ ശരി, ഓക്കെ എന്നാ. അപ്പോൾ നിനക്കുള്ള ഡ്രസ്സ് ഇവിടെ എത്തും. കയ്യോടെ ക്യാഷ് കൊടുത്തേക്കണം. വേറെന്തെങ്കിലും? ചേട്ടാ എന്റെ ജെട്ടിയുടെ കാര്യം. ജെട്ടിയും ചെമ്പരക്കും കൂടെ എത്തിക്കോളും കേട്ടാ. ലോക്ക്ഡൗൺ ആയ നമുക്കൊരു ഹലോ ലോക്ക്ഡൗൺ ആയ നമുക്കൊരു കിടക്കപ്പുറത്ത് വേണ്ട സാവേ. നമ്മൾ തിരക്കുള്ള നേതാവായി പോയില്ലേ? ഓക്കെ 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 സഖാവേ. ഡാ ഇങ്ങോട്ട് വന്നേ. ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലേ, അതൊന്ന് ഫോളോ ചെയ്തേക്ക്. നമ്മൾ ചില സാധനങ്ങൾ ഇടും, അതൊന്ന് ഷെയർ ചെയ്തേക്ക്. CM ന്ന് കാണാം. സുഖേ അവന്റെ കാലം വെട്ടിക്കടാ. ഹലോ, എന്താ ഇവിടെ? താങ്കൾ ഈ ഫ്ലാറ്റിലാണ്? ഞാൻ ഫ്ലാറ്റിലെ സെക്രട്ടറിയാണ്. എന്താ ഇവിടെ ബോർഡൊക്കെ വായിക്കണേ? ഞാനിവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ. സോറിയുടെ ഞാൻ ഈ മാസ്ക് ഒന്ന് വെച്ചോട്ടെ. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം പക്കട്ടോ, ഇവിടെ എല്ലാം പക്കയാ. ഇത് കോവിഡ് പ്രോട്ടോകോൾ ആണ്, കൃത്യമായിട്ട് പാലിക്കണം. ഇവിടെ എല്ലാം ഓക്കെ സാറേ. എനിക്ക് ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെയും കോൺടാക്ട് നമ്പർ ഒന്നും. സാർ ഇവിടെ എല്ലാവരും ലിസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ സാർ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം കറക്റ്റ് അല്ലേ? എല്ലാം കറക്റ്റാണ് സാർ, എല്ലാം കറക്റ്റാണ്. ഇനി എന്തെങ്കിലും ഉണ്ട് സാറ് വിളിച്ചാൽ മതിയല്ലോ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, കാണാം. കൈ സാനിറ്റൈസ് സാർ ഞാൻ ചെയ്തോളാം. സാറും ചെയ്യണം കേട്ടോ. സെക്രട്ടറിനെ ഹെൽത്ത് പഠിപ്പിക്കാൻ വന്നേക്കാം. അത് തന്നെ. ഫുഡ് ഇതുവരെ വന്നില്ലല്ലോ. ഡെലിവേർഡോ? லைஃப்ல எவ்வளவு பெரிய ப்ராப்ளம் வந்தா நம்ம வேலை. അവി കറങ്ങനാണ് കൊരങ്ങൻ നിന്റെ അച്ഛൻ പൊടി. अरे कासिम भाई, आप फिक्र मत कीजिए, पेमेंट हो जाएगा. हाँ ठीक है, मैं बात कर लेता हूँ. आपका पेमेंट हो जाएगा, ठीक है? खुदाफिज. കാസിമലയായിരുന്നു. അയാൾ ആ ഫണ്ടിൻ്റെ കാര്യം ചോദിച്ചിട്ടാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞൊന്ന് സെറ്റിലാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കൊടുത്തേ പറ്റൂ. ചാമര ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ലേറ്റ് ആവില്ലായിരുന്നു. ചാമര സിൽവ കൊളജപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ഈ മിഷൻ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അല്ല, പല കാര്യങ്ങളും ചാമരയ്ക്ക് മാത്രമല്ല അറിയൂ. ചാമര തീർന്നെന്ന് കരുതി ഒന്നും തീർന്നിട്ടില്ല. പകരത്തിന് ആളെത്തും. ബദ്രി, എബ്രഹാം പറഞ്ഞ പോലെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പകരത്തിന് ആളെത്തും. നമ്മൾ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇതിനിടയിൽ നമ്മൾ തീർന്നാൽ നമുക്ക് പകരവും ആളെത്തും. എനിക്കൊരു ഡൗട്ട്. റീസെൻ്റ്ലി നടന്ന ചാമര സിൽവയുടെ കൊലപാതകവും മിഡിൽ ഈസ്റ്റിലെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ഓഫീസേഴ്സിൻ്റെ മരണവും, ഇത് രണ്ടും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി മിഡിൽ ഏജൻസിയാണെന്ന്. ഇന്ത്യയുടെ അമേരിക്കയുടെയും വാണ്ടഡ് ലിസ്റ്റിൽ പെടുമ്പോൾ ദുബായിലെ ആഡംബര വസതിയിലിരുന്ന് നമ്മളെയും നമ്മളെപ്പോലുള്ള പലരെയും കൺട്രോൾ ചെയ്യുന്ന ട്രാൻസ് കോണ്ടിനെൻ്റൽ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കവർ സ്റ്റോറീസ് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇന്നലെയൊന്നും തുടങ്ങിയതല്ലല്ലോ, കാലങ്ങളായില്ലേ.
ഈ ഏജൻസികൾ നമ്മുടെ ചുറ്റും കൂടിയിട്ട് നീ വല്ലാണ്ട് ഭയപ്പെടേണ്ട ബദ്രി.